വൃദ്ധത്വം തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. മുടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. തല നരയ്ക്കുന്നതല്ലൻ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുന്നിൽ തല കുനിക്കാത്തതാണെൻ യൗവനം എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും യൗവന തീക്ഷ്ണമായി നിൽക്കുന്ന VSന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. ഇന്നലെ വൈകിട്ട് 4:20 ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ തുടങ്ങിയതാണ് VSന് വേണ്ടിയുള്ള മുദ്രാവാക്യം വിളികൾ. ഇപ്പോൾ നമ്മൾ ആ പെൺകുട്ടിയുടെ ശബ്ദത്തിൽ കേട്ടതുപോലെ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് വിളിച്ച് കേരളം മുഴുവൻ VSനെ ഓർക്കുന്നു, നെഞ്ചോട് ചേർക്കുന്നു. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ പാർട്ടി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമരസൂര്യൻ VS അച്യുതാനന്ദന് വിട നൽകാൻ തലസ്ഥാനവും ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്തേക്ക് ജനപ്രവാഹമാണ് ഇന്നലെ മുതൽ. ഇന്ന് രാവിലെ 9 മണി മുതൽ ദർബാർ ഹാളിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം 2 മണിക്ക് വിലാപയാത്രയായി മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. പുന്നപ്ര രക്തസാക്ഷികളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അന്തിയുറങ്ങുന്ന ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ നാളെ വൈകിട്ടാണ് സംസ്കാരം. മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അവിടേക്കും അവസാനമായി കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചേരുന്നു. തിരുവനന്തപുരത്തെ VSന്റെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് MG മിഥുൻ ചേരുന്നുണ്ട്. ആദ്യം VS അവസാന നാളുകളിൽ വിശ്രമിച്ചിരുന്ന വീടാണ് വേലിക്കകത്തെ വീട്. അവിടെ എപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു. VSനെ കാണാനൊന്നും പറ്റില്ലെങ്കിൽ പോലും VS അവിടെ ഉണ്ട് എന്നോർത്ത് ധൈര്യപ്പെടാൻ, VS അവിടെ അകത്തുണ്ട് എന്നാശ്വസിക്കാൻ എത്തിക്കൊണ്ടിരുന്ന ആളുകളെ പല തവണ നമ്മൾ ആ വീടിന് മുന്നിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ VS യാത്രയാവുമ്പോൾ അവിടെ വന്നൊന്ന് അവസാനമായി കാണാനും ആളുകൾ ഈ പുലർച്ചെയും എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മിഥുൻ, രാവിലെ വേലിക്കകത്ത് വീട്ടിലേക്ക്, തിരുവനന്തപുരത്തെ PMGയിലുള്ള വേലിക്കകത്ത് വീട്ടിലേക്ക്, അവിടെ കുടുംബത്തിന് മാത്രമാണ് പൊതുദർശനത്തിന് സൗകര്യമില്ല, കുടുംബത്തിൻ്റെ സമയമാണെന്നൊക്കെ അറിയാം. എന്നിട്ടും പ്രിയപ്പെട്ടവരെത്തുന്ന കാഴ്ചയാണ് രാവിലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ?
സുജ, തീർച്ചയായും വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വീട്ടിനകത്തേക്ക് രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നേരത്തെ ശ്രീജി സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം മുഴുവൻ അകത്തുണ്ട്. ഒപ്പം തന്നെ പുറത്ത് ആളുകൾ ഇങ്ങനെ കാവലായി നിൽക്കുകയാണ്. പുലർച്ചെ മുതൽ തന്നെ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി. ഇന്നലെ രാത്രി കെ സെന്ററിലെ പൊതുദർശനത്തിന് ശേഷം അവിടെ നിന്ന് ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിച്ചപ്പോൾ മുതൽ തന്നെ കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് മുതൽ, കാസർഗോഡ് നിന്ന് മുതലൊക്കെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ രാവിലെ നമ്മൾ പലരുമായി സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ അവരും ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് പല ഘട്ടത്തിലും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ പല പരാതികളുമായും അല്ലെങ്കിൽ പല ആവശ്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. ഇപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ മൃതശരീരം, ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്ന അത്രത്തോളം സങ്കടകരമായ കാഴ്ച. ഒരു നമുക്ക് പ്രിയപ്പെട്ട നേതാവിനെ കണ്ട് പോകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 9 മണിയോടുകൂടി ഭൗതിക ശരീരം ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ അത്രത്തോളം തിരക്കുണ്ട്, വലിയ പോലീസ് സന്നാഹങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് പൊതുദർശനമോ അല്ലെങ്കിൽ കാണാനുള്ള സൗകര്യമോ ഒന്നും നേരത്തെ ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ആളുകൾ ഇങ്ങനെ വന്ന് മറിയുകയാണ്. അത്രത്തോളം ആളുകൾ ഇവിടേക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഇവിടെ ഒട്ടനവധി ആളുകളുണ്ട്. അവരോടൊക്കെ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം.